നമസ്കാരം. റിലീസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കുടുംബം. NM വിജയൻ കടക്കാരനായത് പാർട്ടിക്ക് വേണ്ടിയെന്നും ഒരു വട്ടം പോലും സംസാരിക്കാൻ നേതാക്കൾ തയ്യാറായില്ലെന്നും മകൻ. വയനാട്ടിലേത് പാർട്ടി കാര്യമെന്നും അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും K. സുധാകരൻ. കുടുംബം സംസാരിച്ചത് ഭീഷണിയുടെ സ്വരത്തിലെന്ന് VD സതീശൻ. MLA IC ബാലകൃഷ്ണൻ രാജിവെക്കണമെന്ന് MV ഗോവിന്ദൻ. UDF പ്രവേശന ശ്രമവുമായി PV അൻവർ MLA. പാണക്കാടെത്തി ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും കൂടിക്കാഴ്ച നടത്തും. അശ്ലീല പരാമർശങ്ങളിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ കേസെടുത്തു. ലൈംഗികാധിക്ഷേപം നടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. പരാതി നൽകിയത് അശ്ലീല പരാമർശങ്ങൾ നടത്തി നിരന്തരം അപമാനിച്ചതുകൊണ്ടെന്ന് നടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂരും കണ്ണൂരും ഒപ്പത്തിനൊപ്പം. പാലക്കാടും രണ്ടാം സ്ഥാനത്ത്, തൊട്ടുപിന്നിൽ കോഴിക്കോട്. നാളെ സമാപനം. കുവൈറ്റിൽ എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കുള്ള ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കാൻ കുവൈറ്റ് ധനകാര്യ മന്ത്രാലയം. താമസരേഖ, സന്ദർശക വിസ, ആരോഗ്യ സേവനങ്ങൾ മുതലായ വിവിധ സർക്കാർ സേവനങ്ങൾക്ക് നിലവിലുള്ള ഫീസ് നിരക്കുകൾ പുനർനിശ്ചയിച്ചേക്കും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണവുമായി NM വിജയന്റെ മകനും കുടുംബവും രംഗത്ത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശം വേദനിപ്പിക്കുന്നതാണെന്നും പാർട്ടിയിൽ വിശ്വാസം നഷ്ടമായെന്നും മകൻ വിജീഷ്. വിജിലൻസ് അന്വേഷണ സംഘം മകനിൽ നിന്നും മൊഴിയെടുത്തു. നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരം. അച്ഛന് വലിയ സാമ്പത്തിക ബാധ്യത വന്നത് സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസിൽ പരാതി നൽകുമെന്നും NM വിജയന്റെ മകൻ വ്യക്തമാക്കി. നിയമന കോഴബാധിതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത NM വിജയന്റെ ആത്മഹത്യക്കുറിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ വിവാദങ്ങളും കൊഴുക്കുകയാണ്. KPCC പ്രസിഡന്റിനെ അടക്കം നേതാക്കൾക്ക് എഴുതിയ 4 കത്തുകളും മകൻ വിജീഷിന് എഴുതിയ കത്തുമാണ് കഴിഞ്ഞ ദിവസം കുടുംബം പുറത്തുവിട്ടത്. ബത്തേരിയിലെ സഹകരണ സ്ഥാപനങ്ങളിലെ നിയമന കോഴയും താനെന്തിന് ആത്മഹത്യ ചെയ്യുന്നുവെന്ന കാര്യവും NM വിജയൻ കത്തിൽ വിശദമായി എഴുതിയിരുന്നു. IC ബാലകൃഷ്ണൻ MLAയുടെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും പേരുകളും കത്തിൽ പരാമർശിച്ചിരുന്നു. നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നതിനു പകരം ആത്മഹത്യ കുടുംബ പ്രശ്നം മൂലമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടന്നുവെന്ന് മകൻ വിജീഷും മരുമകൾ പത്മജയും പ്രതികരിച്ചിരുന്നു. VD സതീശനും K. സുധാകരനെയും നേരിൽ കണ്ട് കത്തുകൾ നൽകി. NM വിജയൻ കടക്കാരനായത് പാർട്ടിക്ക് വേണ്ടിയാണെന്നും കുടുംബം ആരോപിക്കുന്നു. K. സുധാകരനെ കത്ത് വായിച്ചു കേൾപ്പിച്ചു. കത്തിൽ വ്യക്തതയില്ലെന്നും പാർട്ടിയെക്കുറിച്ചല്ല ആളുകളെക്കുറിച്ചാണ് പരാമർശമെന്ന് VD സതീശൻ പറഞ്ഞു. താൻ ഭീഷണിപ്പെടുത്തിയെന്ന VD സതീശന്റെ പരാമർശം വേദനിപ്പിച്ചെന്നും വിജയന്റെ മകൻ വിജീഷ് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ അവരെ കാണാൻ പോകുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റൽ കാർഡ് അയച്ചാൽ മതിയായിരുന്നു. ഞാനത് കുറച്ചും കൂടെ ഇതായി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് നേരിട്ട് പോയി കൊടുക്കേണ്ട ഒരു ഇത് വന്നത്. അപ്പോൾ എനിക്കൊരു ഭീഷണിപ്പെടുത്തേണ്ട ഒരു ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭീഷണി ഞാൻ പെടുത്തിയിട്ടില്ല. കാര്യങ്ങൾ പറഞ്ഞു, അത് ഇതാക്കി എന്നല്ലാതെ ഞാൻ ഭീഷണി എന്ന തരത്തിൽ സംസാരിച്ചിട്ടുമില്ല. ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിട്ടില്ല. IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും കത്തുകളെക്കുറിച്ച് അറിയിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. പേരുകൾ പരാമർശിച്ച കത്ത് കണ്ടതിനു ശേഷം രണ്ടുപേരുടെയും സമീപനം മാറി. ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി നടന്നിട്ട് അനുശോചനം രേഖപ്പെടുത്താൻ പോലും നേതാക്കൾ വിളിച്ചില്ലെന്നും NM വിജയന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. അതേസമയം ബാങ്ക് നിയമന കോഴയിടപാട് സംബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വയനാട് വിജിലൻസ് യൂണിറ്റ് DYSP ഷാജി വർഗീസ് NM വിജയന്റെ മകനിൽ നിന്നും മൊഴിയെടുത്തു. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. ബത്തേരി DYSPക്കാണ് അന്വേഷണ ചുമതല. അതേസമയം നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്വേഷിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ 4-അംഗ സമിതിയെ KPCC ചുമതലപ്പെടുത്തി. അമൃത ന്യൂസ്, വയനാട്. DCC ട്രഷറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തനിക്ക് കത്ത് കിട്ടിയിട്ടില്ലെന്ന് താൻ പറയുന്നില്ലെന്ന് VD സതീശൻ. 2 ദിവസം മുമ്പ് പറവൂരിലെ ഓഫീസിൽ കത്ത് കിട്ടി. എന്തായാലും അന്വേഷണം നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ലെന്നും VD സതീശൻ പറഞ്ഞു.
IC ബാലകൃഷ്ണനെതിരെ പോലീസ് അന്വേഷണം എന്തിനാണെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. വയനാട്ടിലേത് പാർട്ടി കാര്യമാണ്, എല്ലാം സംസാരിച്ചൊതുക്കിയതാണെന്നും വിജയന്റെ കത്ത് ഇനിയും വായിച്ചിട്ടില്ലെന്നും K. സുധാകരൻ പറഞ്ഞു. കുടുംബം നേരത്തെ വന്നു കണ്ടിരുന്നുവെന്നും അതിൽ പാർട്ടി സമിതി അന്വേഷണം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയ സംഭവത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകി നടി ഹണി റോസ്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത്. ഹണി റോസ് തന്നെയാണ് ഇക്കാര്യം ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചത്. അതേസമയം സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ 20 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നടി ഹണി റോസ്. അശ്ലീല പരാമർശങ്ങൾക്കെതിരെയാണ് നടിയുടെ പരാതി. ഈ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഹണി റോസ് പുറത്തുവിട്ടത്. ഭാരതത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുവെന്ന് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. നിരന്തരം അപമാനിച്ചതുകൊണ്ടാണ് പരാതിയെന്നും നടി പറയുന്നു. എറണാകുളം സെൻട്രൽ പോലീസിലാണ് പരാതി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് തനിക്കെതിരെ ഒരാൾ സമൂഹ മാധ്യമത്തിലൂടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി അപമാനിച്ചുവെന്ന് ആരോപിച്ച് ഹണി റോസ് രംഗത്തെത്തിയത്. അന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. അതേസമയം സമൂഹ മാധ്യമത്തിലെ തന്റെ പോസ്റ്റിന് കീഴിൽ മോശം കമന്റ് ഇട്ടവർക്കെതിരായി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ഷാജിക്ക് കോടതി ജാമ്യം നൽകിയിരുന്നു. 20 പേരെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. അതിനകത്ത് 30ഓളം ആൾക്കാരാണ് ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള കമന്റ് ഇട്ടത്. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 20ഓളം ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നടപടി അവരിലേക്ക് ഉണ്ടാവും. പരാതിയിൽ 30 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. താരസംഘടനയായ അമ്മ ഹണി റോസിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. BR അംബേദ്കറെ അവഹേളിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് പ്രതിഷേധ റാലി. വിവിധ പട്ടികജാതി പട്ടികവർഗ ദലിത് ബഹുജൻ സംഘടനകളുടെ കൂട്ടായ്മയായ ജയ് ഭീം റാലി സംഘാടക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ദലിത് പിന്നോക്ക വിഭാഗങ്ങളോടുള്ള അമിത്ഷായുടെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെയും മനോഭാവം ഇതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ടെന്ന് ജയ് ഭീം റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടർ ഡോക്ടർ G. മോഹൻ ഗോപാൽ പറഞ്ഞു. ജയ് ഭീം റാലി സംഘാടക സമിതി ചെയർമാൻ രമേശ് നന്മണ്ട, ജനറൽ കൺവീനർ രാമദാസ് വേങ്ങേരി, മറുവാക് മാസിക പത്രാധിപ അംബിക തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. HMPV പുതിയ വൈറസോ മാരകമായ രോഗബാധയോ അല്ലെന്നും അനാവശ്യ ഭീതി പരത്തരുതെന്നും ഡോക്ടർമാരുടെ സംഘടനയായ IMA. HMPV COVID-19 സമാനമാണെന്ന രീതിയിലുള്ള പ്രചാരണം അനാവശ്യമാണ്. കോവിഡിന് മുന്നേ തന്നെ ഈ വൈറസ് ഉള്ളതാണെന്നും നമ്മുടെ നാട്ടിൽ കാലങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വൈറസിനെ പുതിയൊരു വൈറസ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് തെറ്റാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. സമസ്തയ്ക്കുള്ളിലെ വിഭാഗീയ പ്രശ്നങ്ങളിൽ നിർണായക ഇടപെടലുമായി മുഷാവറ യോഗം. പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ യോഗം 5-അംഗ സമിതി രൂപീകരിച്ചു. സമിതിയുടെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും വിഷയത്തിൽ തുടർ നടപടി. ഡിസംബറിൽ നടന്ന മുഷാവറ യോഗത്തിൽ നിന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയത് ഏറെ വിവാദമായിരുന്നു. ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസിയുടെ കള്ളന്മാർ എന്ന വിവാദ പരാമർശത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. ഇതോടുകൂടി സമസ്തയ്ക്കുള്ളിൽ വീണ്ടും വിഭാഗീയ പ്രശ്നങ്ങൾ ആളിപ്പടർന്നു. സമസ്തയിൽ ലീഗ് വിരുദ്ധ ചേരി പ്രവർത്തിക്കുന്നു എന്നതാണ് ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പ്രശ്നം. സാദിഖ് അലി തങ്ങളെ വിമർശിച്ച ഉമ്മർ ഫൈസി മുക്കത്തെ മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. സമസ്ത ആദർശ സംരക്ഷണ വേദി എന്ന കൂട്ടായ്മ രൂപീകരിച്ചതിനെതിരെയുള്ള പരാതിയും സമസ്തയ്ക്ക് മുന്നിലുണ്ട്. CIC വിഷയത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് കരാർ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നിലവിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ 5-അംഗ ഉപസമിതിയെ യോഗം നിയോഗിച്ചത്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെ ഭാരവാഹികളായിട്ടുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. വിഭാഗീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കോഴിക്കോട് സമസ്ത സെന്ററിൽ ചേർന്ന യോഗം തർക്കവിഷയങ്ങളെല്ലാം സബ് കമ്മിറ്റിക്ക് വിടുകയായിരുന്നു. സബ് കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം തുടർ തീരുമാനമെടുക്കും. അതേസമയം ആരോപണ വിധേയനായ ഉമ്മർ ഫൈസിയെ ഒഴിവാക്കിയാണ് സമിതി രൂപീകരിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഓസ്കറിൽ ഇന്ത്യക്ക് പ്രതീക്ഷയുമായി ആടുജീവിതം. 97ാമത് ഓസ്കർ അവാർഡിനായുള്ള പ്രാഥമിക റൗണ്ടിൽ ആടുജീവിതം തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സിനിമയുടെ ജനറൽ വിഭാഗത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഫോറിൻ സിനിമ കാറ്റഗറിയിലാണ് ഇന്ത്യയിൽ നിന്നടക്കമുള്ള ചിത്രങ്ങൾ സാധാരണയായി പരിഗണിക്കാറുള്ളത്. എന്നാൽ മികച്ച ചിത്രം എന്ന ജനറൽ കാറ്റഗറിയിലെ പ്രാഥമിക റൗണ്ടിലേക്കാണ് ആടുജീവിതം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നാളെ മുതൽ വോട്ടിംഗ് ആരംഭിക്കും. 12-ാം തീയതി വരെയാണ് വോട്ടിംഗ്. ആടുജീവിതം ഓസ്കർ പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സംവിധായകൻ ബ്ലസ്സി.
കുവൈറ്റിൽ എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമായി പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കുള്ള ഫീസ് നിരക്ക് ഉടൻ വർദ്ധിപ്പിച്ചേക്കും. താമസരേഖ, സന്ദർശക വിസ, ആരോഗ്യ സേവനങ്ങൾ മുതലായ വിവിധ സർക്കാർ സേവനങ്ങൾക്ക് നിലവിലുള്ള ഫീസ് നിരക്കുകൾ പുനർനിശ്ചയിക്കുവാൻ ധനകാര്യ മന്ത്രാലയം തയ്യാറെടുപ്പ് നടത്തുന്നതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഇതിനു പുറമെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ചുമത്തുന്നത് ഉൾപ്പെടെ സർക്കാർ ഇതര സേവനങ്ങൾക്കും പുതിയ നികുതികൾ ചുമത്തുവാനും പദ്ധതിയുണ്ട്. കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വരുമാനത്തിന്റെ 15% നികുതി ചുമത്തുവാനുള്ള തീരുമാനം ഈ മാസം 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. ഇതുവഴി പ്രതിവർഷം 2.5 കോടി ദിനാർ സർക്കാരിന് വരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതേ മാതൃകയിൽ കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കും നികുതി ചുമത്തുവാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ജിദ്ദയിലുള്ള ഗൂഗിളി സ്പോർട്സ് ക്ലബ്ബ് ഈ വരുന്ന ജനുവരി 10-17 തീയതികളിൽ ജിദ്ദയിൽ ആദ്യമായി ജിദ്ദയിലെയും മക്കയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ ഇന്റർനാഷണൽ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സലാമ ഗൂഗിളീസ് ഇന്റർനാഷണൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് എന്ന പേരിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. അൽ മെഫർ സ്പോർട്സ് അക്കാദമി ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. ജിദ്ദയിലെയും മക്കയിലെയും ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ ഇന്റർനാഷണൽ സ്കൂൾ ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക. 12, 14, 17 വയസ്സുകാർക്ക് 3 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തുക. വൈകുന്നേരം 4:30 കളി തുടങ്ങും. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ റഷീദ്, സുബൈർ OP, ഷാജി അബൂബക്കർ, മുഹമ്മദ് ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു. സൗദി ന്യൂമിക്സ് മാസ്റ്റിക്സ് സൊസൈറ്റി ജിദ്ദയിലെ സറാഫി മാളിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കറൻസി ആൻഡ് കോയിൻസ് എക്സിബിഷൻ ഇന്നലെ സമാപിച്ചു. വളരെ പഴക്കമുള്ളതും ഏറെ കൗതുകമുണർത്തുന്ന കറൻസികളുടെയും നാണയങ്ങളുടെ വിവിധ തരം വസ്തുക്കളുടെയും 50ഓളം വരുന്ന സ്റ്റാളുകളിൽ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കറൻസികളും നാണയങ്ങളും ഇവിടെ പ്രദർശനത്തിനുണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഉള്ളവരാണ് പ്രദർശകരിൽ കൂടുതലും. എന്നാൽ ഇന്ത്യയുടെ ഏറെ പഴക്കമുള്ള കറൻസികളുടെയും നാണയങ്ങളുടെയും ശേഖരവും ഇവിടെയുണ്ടെന്ന് സൗദിയിലെ ന്യൂമിക്സ് മാസ്റ്റിക് സൊസൈറ്റിയിലെ അറബി അല്ലാത്ത ഏക അംഗവും മലയാളിയുമായ അബ്ദുൽ അസീസ് കടലുണ്ടി വ്യക്തമാക്കി. പ്രദർശനത്തിലെ 1000 വർഷം പഴക്കമുള്ള ഖുറാനും സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ഖുറാനും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. എല്ലാ വർഷവും സൊസൈറ്റി ജിദ്ദയിൽ പ്രദർശനം നടത്താറുണ്ടെന്ന് സൗദി ന്യൂമിക്സ് മാസ്റ്റിക്സ് പ്രസിഡന്റ് മുഹമ്മദ് നാത്ത പറഞ്ഞു. ലോകത്തിലെ മികച്ച നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി ദുബായിയും. തുടർച്ചയായി 2ാം വർഷമാണ് മികവുറ്റ 10 നഗരങ്ങളുടെ പട്ടികയിൽ ദുബായി ഇടം പിടിക്കുന്നത്. 2024 ഗ്ലോബൽ പവർ സിറ്റി പട്ടികയിൽ മേഖലയിൽ 1ാം സ്ഥാനവും ആഗോളതലത്തിൽ 8ാം സ്ഥാനവുമാണ് ദുബായി കരസ്ഥമാക്കിയത്. വിവിധ മേഖലകൾ സംബന്ധിച്ച വിശദമായ പഠനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ശേഷമാണ് ലോകത്തിലെ മികച്ച നഗരങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നത്. ഈ പട്ടികയിൽ തുടർച്ചയായി 2ാം വട്ടവും ഇടം നേടിയിരിക്കുകയാണ് ദുബായ്. മധ്യപൂർവ്വ ദേശത്തു നിന്നും ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ നഗരവുമാണ് ദുബായ്. മോറി മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ സ്ട്രാറ്റജീസ് ആണ് പഠന വിവരം പുറത്തുവിട്ടത്. 2024 ഗ്ലോബൽ പവർ സിറ്റി പട്ടികയിൽ മേഖലയിൽ 1ാം സ്ഥാനവും ആഗോളതലത്തിൽ 8ാം സ്ഥാനവുമാണ് ദുബായ് കരസ്ഥമാക്കിയത്. ആഗോളതലത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മനുഷ്യരെയും മൂലധനം, പുതിയ സംരംഭങ്ങൾ എന്നിവയെയും ആകർഷിക്കുന്നതിനുള്ള ശേഷി അനുസരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സമ്പദ് വ്യവസ്ഥ, വികസനം, സാംസ്കാരിക ഇടപെടലുകൾ, ജീവിത തൊഴിൽ സാഹചര്യം, പരിസ്ഥിതി, കണക്ടിവിറ്റി എന്നീ ഘടകങ്ങളും പരിശോധിച്ചിരുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വവും ദുബായ് നിവാസികളുടെയും വിശ്വസ്തരായ പങ്കാളികളുടെയും അർപ്പണബോധവുമാണ് ഈ നേട്ടത്തിന്റെ പിന്നിലെന്ന് ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. തൊഴിൽ ചെയ്യാനും ബിസിനസ് ചെയ്യാനും മികച്ച ജീവിത സാഹചര്യങ്ങളുള്ള നഗരമാക്കി ദുബായിയെ നിലനിർത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലണ്ടൻ, ന്യൂയോർക്ക്, ടോക്കിയോ, പാരീസ്, സിംഗപ്പൂർ, സോൾ, ആംസ്റ്റർഡാം, ദുബായ്, ബെർലിൻ, മാഡ്രിഡ് എന്നിവയാണ് പട്ടികയിൽ ഇടം നേടിയ ആദ്യ 10 നഗരങ്ങൾ. അമൃത ന്യൂസ്, ദുബായ്. ശരണാമൃതം co-powered by ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സ്വാമിയേ മകരവിളക്ക് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ശബരിമല മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരി. ഉത്തരായന കാലം കഴിഞ്ഞ് ദക്ഷിണായന കാലം തുടങ്ങുകയാണ്. ധനുമാസത്തിൽ നിന്നും മകരമാസത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ഈ സമയത്ത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങൾ അയ്യപ്പസ്വാമിക്ക് ചാർത്തി ദീപാരാധന നടത്തും. ഇതോടൊപ്പം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞ് ഭക്തർക്കെല്ലാം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകുമെന്ന് മേൽശാന്തി പറഞ്ഞു. സ്വാമിയെ ശരണമയ്യപ്പ. നമ്മുടെ ഈ വർഷത്തെ മണ്ഡല മഹോത്സവം കഴിഞ്ഞു. അതിനോടനുബന്ധമായിട്ട്
മകരവിളക്ക് മഹോത്സവം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് 2 കാലങ്ങളാണ്, ഉത്തരായന കാലവും ദക്ഷിണായന കാലവും. ആ ദക്ഷിണായന കാലം കഴിഞ്ഞ് ഉത്തരായന കാലം, ദേവകാലം തുടങ്ങിയായി. അന്നേരം ഈ ധനുമാസത്തിൽ നിന്നും മകരമാസത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന സംക്രമ പൂജ. തിരുവരങ്ങ് പവേർഡ് ബൈ ഇനി എത്ര വേണമെങ്കിലും ബട്ടർ അടിക്കാം. ഹാപ്പി പീനട്ട് ബട്ടർ ആൻഡ് ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് സാധു മെറി കിങ്ഡം അമ്യൂസ്മെന്റ് പാർക്ക്, ചാല ഹിൽസ്, കണ്ണൂർ. കേര ഫെഡിന്റെ പരിശുദ്ധമായ കേര വെളിച്ചെണ്ണ. അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. സ്വർണ്ണകപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടർന്ന് ജില്ലകളിൽ കാണാം ഇന്നത്തെ കലോത്സവ വിശേഷങ്ങൾ. കൗമാര കലാമാമാങ്കത്തിന് നാളെ തിരശീല വീഴും. പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി GR അനിൽ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ ടൊവിനോ തോമസ്, ആസിഫ് അലി എന്നിവർ മുഖ്യാതിഥികളായെത്തും. 63ാമത് കേരള സംസ്ഥാന കലോത്സവം 4ാം ദിനം പിന്നിടുമ്പോൾ 25 വേദികളിലായി 56 മത്സര ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. കഥാപ്രസംഗവും ഗോത്രകലകളായ ഇരുളൻ നൃത്തവും പളിയ നൃത്തവും കലോത്സവ വേദികളിലെ ഗ്ലാമറസിനമായ സംഘനൃത്തവും ആസ്വാദകർ ആവേശത്തോടെ സ്വീകരിച്ചു. 4ാം ദിനത്തിൽ നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു നാടക മത്സരം. 4ാം ദിനം അവസാനിക്കുമ്പോൾ തൃശൂർ ജില്ലയാണ് 935 പോയിന്റുകളോടെ മുന്നിൽ. ഏതായാലും അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരും. കൗമാരമേള 4ാം ദിനം പിന്നിടുമ്പോൾ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം കൂടുതൽ കടുക്കുകയാണ്. ഇന്നലെ എല്ലാ മത്സരങ്ങളും സമയക്രമം പാലിച്ച് അവസാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭക്ഷണപ്പുരയിൽ ഇലയിട്ടിട്ട് ഊണ് വിളമ്പാനാകാതെ സംഘാടകർ. ചോറ് തീർന്നതോടെയാണ് ഭക്ഷണം കഴിക്കാനെത്തിയവർക്ക് മണിക്കൂറുകളോളം വിശന്ന് കാത്തിരിക്കേണ്ടി വന്നത്. ഭക്ഷണം ലഭിക്കാതെ മത്സരാർത്ഥികൾ ഉൾപ്പെടെ വേദി വിട്ടിട്ടും ഒരു പ്രശ്നവുമില്ലെന്നായിരുന്നു സംഘാടക സമിതി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രന്റെ മറുപടി. സമയം 2 മണി. മത്സരച്ചൂടിൽ പോരാടി തളർന്ന് പൊള്ളുന്ന വെയിലേറ്റ് ഒരൽപ്പം ഭക്ഷണം കഴിക്കാൻ ആർത്തിയോടെ എത്തിയതായിരുന്നു മത്സരാർത്ഥികൾ പലരും. ഇലയിട്ടു, തൊടികറികൾ ഓരോന്നായി വന്നു. ഗ്ലാസും വെള്ളവും വരെ എത്തി. ചോറ് മാത്രം വന്നില്ല. അരമണിക്കൂർ 1 മണിക്കൂറിന് വഴിമാറി. മുഴങ്ങിക്കേട്ട പാട്ടിനുമപ്പുറം വിശപ്പിന്റെ വിളി ഉയർന്നതോടെ ആളുകൾക്കിടയിൽ പ്രതിഷേധമുയർന്നു. 1.5 മണിക്കൂർ ഇവിടെ ഇരിക്കുക, ഈ ഇലയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 മണിക്കൂറായിട്ട് നല്ല സെറ്റപ്പാണ്. ഇങ്ങനെയൊക്കെയാണ് അത് വേണ്ടത്. ഇങ്ങനെ സംഘാടകരൊക്കെ ആരായാലും ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നല്ലൊരു പാചകക്കാരൻ അരി വേകാൻ ഒരു 10 മിനിറ്റ് വേണ്ട. നമ്മൾ ഒരു 5-6 വട്ടം അരി വേകുന്ന സമയത്ത് ഇരിക്കുകയാണ്. അരമണിക്കൂറായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. ഞങ്ങളുടെ കുട്ടികളുടെ പരിപാടി 2:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിത് ഭക്ഷണം കഴിക്കുക എന്ന് ഉദ്ദേശിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഭക്ഷണം ഇതുവരെ 2:45 വരെ ചോറ് തീർന്നിട്ട് ഇതുവരെ ആയിട്ടില്ല. ഭക്ഷണം കിട്ടാത്തവരുടെ ഈ വിഷമവും പ്രതിഷേധവുമൊക്കെ സംഘാടക സമിതി ചെയർമാൻ കടകംപള്ളി സുരേന്ദ്രനോട് പറഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ട ക്യാമറ കണ്ണുകൾക്കായി പഴി. നിങ്ങൾ കണ്ടത് ശരിയല്ല, നിങ്ങളുടെ കാഴ്ച ശരിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കാം അങ്ങോട്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഏർപ്പാടായിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. 1.5 മണിക്കൂറോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പാതിവെന്ത പച്ചരിച്ചോറുമായി സംഘാടകർ തലങ്ങും വിലങ്ങും ഓടി വിളമ്പി. കിട്ടിയവർക്ക് കിട്ടി, മറ്റുള്ളവർ വീണ്ടും കാത്തിരിപ്പ് തുടങ്ങി. ഇതിനിടെ ചിലർ ആരെയൊക്കെയോ പ്രാഗി ഇറങ്ങിപ്പോയി. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിരിക്കുന്നു. 1 മണിക്കൂറിലേറെ കാത്തിരുന്നപ്പോഴാണ് ഇവർക്ക് മുന്നിലേക്ക് ഇലയിൽ ഭക്ഷണം എത്തുന്നത്. അതും പച്ചരിച്ചോറ്. ഒരു പന്തിയിൽ 2 ഭക്ഷണം. പ്രതിവാളത്തുകളിലൊപ്പം സദ്യാലയത്തിൽ നിന്നും സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്. പാഠകത്തിലും കാവ്യകേളിയിലും എ ഗ്രേഡിന്റെ തിളക്കവുമായി പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ. 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ അജയ് വി കുമാറും മീര പി വിമലുമാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. അമൃത സ്കൂളിലെ തന്നെ അധ്യാപകരുടെ മക്കളാണ് ഇരുവരും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ആ മക്കൾ മഹാത്മ്യത്തെക്കുറിച്ചൊന്ന് പറയാം. മറ്റുള്ള രാജാക്കന്മാരൊക്കെ എത്തി ഭഗവാൻ ശ്രീകൃഷ്ണനും പാഞ്ചാല രാജധാനിയെ പ്രാപിച്ചു. ആ സമയത്തിങ്കൽ യാതൊരു ഭഗവാൻ ശ്രീകൃഷ്ണനോ തൻ്റെ പരമഭക്തിയായിട്ടുള്ള പാഞ്ചാലിയെ തൻ്റെ ഇഷ്ടനായിട്ടുള്ള അർജുനൻ പാണീഗ്രഹണം ചെയ്യുന്ന മുഹൂർത്തത്തിങ്കൽ ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് ആയോടെ വർദ്ധിക്കുകയും ചെയ്തു. അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ.
കഴിഞ്ഞ ദിവസം ചാക്യാരായി വേദിയെ കയ്യിലെടുത്ത അതേ അജയ് വി കുമാർ തന്നെയാണിത്. കഴിഞ്ഞ 3 വർഷമായി പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പാഠകത്തിൽ മത്സരിക്കാനെത്തുന്നത് അജയ്യാണ്. ഇത്തവണയും എ ഗ്രേഡ് തന്നെ സ്വന്തമാക്കി. വിധിയറിഞ്ഞപ്പോൾ ചേർത്തുപിടിച്ച ഈ ടീച്ചർ നൽകുന്ന ഉമ്മയിൽ ഗുരുവിൻ്റെ നന്മയ്ക്കൊപ്പം സാക്ഷാൽ അമ്മയുടെ വാത്സല്യവുമുണ്ട്. പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ഹിന്ദി അധ്യാപിക മിനിയുടെ മകനാണ് അജയ്. അമ്മ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് മുന്നിൽ ഇതേ വേഷത്തിലെത്തി കഥ പറയണമെന്ന ആഗ്രഹമാണ് അജയ്ക്ക്. ഞാൻ അമൃതയെ പഠിക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിത് പറ്റുന്നത്. ഈ പാഠകത്തിലായാലും ചാക്യാർകൂത്തിലായാലും മത്സരിക്കാൻ പറ്റുന്നത് മാതാമൃതാനന്ദൻ്റെ സഹായമൊക്കെ കൊണ്ടാണ്. കഴിഞ്ഞ വർഷം തന്നെ മഠത്തിൽ ചെന്നപ്പോൾ ഈ വർഷം എനിക്കിവിടെ വന്ന് പാഠകം പറയാൻ സാധിക്കുമെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എപ്പോഴാണെങ്കിലും വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം ചെന്ന് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മയുടെ മോൻ പാഠകത്തിൽ ഒന്നാമനായെങ്കിൽ ഒരച്ഛൻ്റെ മോളുടെ കാവ്യകേളി വിജയമാണ് അടുത്തത്. പാരിപ്പള്ളി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ഇത്തവണത്തെ കലോത്സവ ടീമിന്റെ പ്രധാന സംഘാടകനുമായ വിമൽകുമാറിന്റെ മകളാണ് മീര പി വിമൽ. കഴിഞ്ഞ വർഷം ബി ഗ്രേഡിലേക്ക് ഒതുങ്ങിയെങ്കിൽ ഇത്തവണ എ ഗ്രേഡ് തന്നെ നേടിയാണ് അനന്തപുരിയിൽ നിന്നും മീര മടങ്ങുന്നത്. അധ്യാപിക കൂടിയായ അമ്മ ചിത്ര എസ് രാജനും സഹോദരൻ മാധവനുമൊപ്പം കലോത്സവ വേദിയിലേക്ക് എത്താനായതിന്റെ സന്തോഷവും ഇവൾക്കുണ്ട്. വളരെ സന്തോഷമാണ്. അച്ഛൻ്റെ അമ്മേരുടെയും ഇങ്ങനെ വരാനും അവർക്ക് അഭിമാനമല്ലേ, അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമാണ്. കഴിഞ്ഞ കൊല്ലം എനിക്കത് കിട്ടാതെ പോയി, അപ്പം ഈ കൊല്ലം അത് കിട്ടിയതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. എല്ലാം അമ്മയുടെ അനുഗ്രഹമാണെന്ന് വിമൽകുമാർ. മീര മാത്രമല്ല, സ്കൂളിലെ എല്ലാ കുട്ടികളും തൻ്റെ മക്കൾ തന്നെയെന്നും ഈ അധ്യാപകൻ പറയുന്നു. എല്ലാവരും നമ്മുടെ മക്കൾ തന്നെയാണ്. വളരെ സന്തോഷപൂർവ്വം വളരെ ആഘോഷപൂർവ്വമാണ് ഞങ്ങൾ വരുന്നത്. നമ്മൾ ഇതുവരെ മത്സരിച്ച എല്ലാ ഇനങ്ങൾക്കും ഞങ്ങൾക്ക് എ ഗ്രേഡ് നേടാനായി എന്നുള്ളത് അമ്മയുടെ അനുഗ്രഹമാണ്. അതുപോലെ അവിടെ വളരെ വിപുലമായ പ്രാക്ടീസ് നമ്മുടെ സ്കൂളിൽ അറിയാമല്ലോ. മാതാമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തുര്യാമൃത സ്വാമിയുടെ പ്രത്യേക താല്പര്യപ്രകാരം അവിടെ മാഷന്മാരെ വരുത്തി പഠിപ്പിക്കുകയാണ്. അജയുടെയും മീരയുടെയും രക്ഷിതാക്കളായ അധ്യാപകർ എസ്കോട്ടിംഗ് ടീച്ചേഴ്സായിട്ട് എത്തിയപ്പോൾ അവർക്കു മാത്രമല്ല, ഒപ്പമെത്തിയ മുഴുവൻ കുട്ടികളുടെയും കരുതലും കാവലുമായി മാറിയിരിക്കുകയാണ് ഈ അധ്യാപകർ. പ്രതിവാളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്. പെൺകുട്ടികളുടെ മിമിക്രി വേദിക്ക് താഴെ നെഞ്ചിടിപ്പോടെ തേജലക്ഷ്മി ഇരുന്നു. വിധി എന്താവുമെന്നറിയാൻ തേജയേക്കാൾ ആദ്യം അമ്മയ്ക്കാണ്. ഒടുവിൽ വിധി വന്നപ്പോൾ ഇരട്ടി സന്തോഷം. നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ചൂരൽമലയിൽ ശക്തമായ ഉരുൾപൊട്ടൽ. നമസ്കാരം. വേദി 6-ൽ പെൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗം മിമിക്രി മത്സരം അവസാനിച്ചു. വിധിയറിയാനുള്ള കാത്തിരിപ്പിലാണ് ഏവരും. വേദിക്ക് താഴെ നെഞ്ചിടിപ്പോടെ തേജയും. അടുത്തുള്ളയാൾക്ക് അതിനേക്കാൾ ആദി. തേജയേക്കാൾ ഭാവങ്ങൾ മിന്നിമറഞ്ഞത് അമ്മയുടെ മുഖത്താണ്. വിധി അറിഞ്ഞ ശേഷം വേണം മോണോ ആക്ട് വേദിയിലും കൂടി എത്താൻ. പിരിമുറുക്കം ഒന്നുകൂടെ കൂടി. ഇരു കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചു. ഒടുവിൽ ആ വിധിയെത്തി. എ ഗ്രേഡ്. തേജയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. ഒപ്പം അമ്മയ്ക്കും. മുഖത്തധികം ഭാവങ്ങളൊന്നും വിരിഞ്ഞില്ലെങ്കിലും അച്ഛൻ്റെ മുഖത്തും ആ സന്തോഷം പ്രകടമാണ്. നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു എ ഗ്രേഡ് കിട്ടാൻ പറ്റിയതിൽ. ഹാട്രിക് അടിച്ചു. 3ാമത്തെ കൊല്ലം എനിക്ക് എ ഗ്രേഡ് കിട്ടി. ടെൻഷനായിരുന്നു. അത് എന്താ വെച്ചാൽ ഒക്കെ കൈക്ക് വയ്യാലോ, അപ്പോൾ അതും എല്ലാം കൂടെ ടെൻഷനായിരുന്നു. അത് ഭയങ്കര ടെൻഷനായി. ഇപ്പം നല്ല സന്തോഷമായി. മകളുടെ വിജയത്തിൽ അമ്മയ്ക്കുണ്ടായ സന്തോഷവും ആശ്വാസവും പറഞ്ഞറിയിക്കാനാകില്ല. പരിശ്രമത്തിന്റെ ഫലം എത്തിയപ്പോൾ മകൾക്ക് അമ്മയുടെ വക ഒരു സ്നേഹ ചുംബനം കൂടി. ഇനി മോണോ ആക്ട് വേദിയിലേക്കുള്ള ഓട്ടത്തിലാണ്. എ ഗ്രേഡിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വെക്കുന്നില്ല അവിടെയും. ഒടുവിൽ ആ ഓട്ടത്തിനും ഫലമുണ്ടായി. മോണോ ആക്ടിലും എ ഗ്രേഡ് സ്വന്തമാക്കിയാണ് ആ കൊച്ചുമിടുക്കിയുടെ മടക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സൗദിയിൽ HMP വൈറസ് വ്യാപനം തടയാൻ അധിക നടപടികൾ ആവശ്യമില്ലെന്ന് സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി പറഞ്ഞു. അടുത്തിടെ ചൈനയിലും ലോകത്തെ പല രാജ്യങ്ങളിലും വ്യാപകമായി പടർന്നു പിടിച്ച HMP വൈറസ് ഉൾപ്പെടെയുള്ള എല്ലാ ശ്വാസകോശ വൈറസുകളും പരിശോധിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ലബോറട്ടറികളിലുണ്ട്. വൈറസ് നിരീക്ഷണത്തിൽ ഒരു വ്യത്യാസവും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ രാജ്യത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ അധിക നടപടികളൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ലെന്നും അതോറിറ്റി പറഞ്ഞു. സ്കൂൾ കായികമേളയിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ നടപടി പുനഃപരിശോധിക്കാൻ സർക്കാർ. മാർബേസിൽ നാവാമുകുന്ദ സ്കൂളുകളുടെ അപേക്ഷ പരിഗണിക്കും. കുട്ടികളുടെ അവസരം നിഷേധിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കൂടിയാലോചനകൾക്ക് ശേഷം സ്കൂളുകളുടെ വിലക്ക് നീക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ദേശീയ സ്കൂൾ കായികമേളയിൽ ആദ്യ സ്വർണം നേടിയ തിരുനാവായ നാവാമുകുന്ദ സ്കൂളിലെ ആദിത്യ അജി നടത്തിയ അഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ടെന്നും മന്ത്രി അറിയിച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.